ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ആപ്ലിക്കേഷൻ ഓഫ് ആംബിയർ സർക്യൂട്ടിലാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോയാൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് ഈ ലോ വെച്ചുകൊണ്ട്, ഈ ആംബിയേഴ്സിന്റെ സർക്യൂട്ട് ലോ വെച്ചുകൊണ്ട് അതിന്റെ സ്ട്രെങ്ത് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് കണക്കൂട്ടുന്നതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ എടുക്കുകയാണ്. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് ഒരു ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറാണ്. അതിലൂടെ I എന്നുള്ള കറണ്ട് കടന്നു പോകുന്നുണ്ട്. മേലേക്കാണ് കറണ്ട് കടന്നു പോകുന്നത്. അപ്പം ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് I എന്നുള്ള കറണ്ട് കടന്നു പോകുന്നു. സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. ഇതിന്റെ ലെങ്ത് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ലെങ്ത് ഫൈനൈറ്റ് അല്ല, ഇത് ലെങ്ത് ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും നീളുന്നുണ്ട്. അപ്പോൾ ഇതിന് ഫിക്സ്ഡ് ലെങ്ത് ഒന്നല്ല, ഒരുപാട് ലെങ്ത് ഉള്ള, ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറാണ് എടുത്തിരിക്കുന്നത്. ആ കണ്ടക്ടറോട് കറണ്ട് കടന്നു പോയാൽ ഈ പോയിന്റിൽ, ഇപ്പം ഞാനിവിടെ ഒരു പോയിന്റ് ഇടുകയാണ്, ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു പോയിന്റ് P എടുക്കുകയാണ്. ഈ P എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനാണ് നമ്മൾ പോണത്. അപ്പോൾ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറോടെ കറണ്ട് കടന്നു പോയാൽ ഈ P എന്ന പോയിന്റിൽ, ആ P എന്ന പോയിന്റ് നമുക്ക് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് വരയ്ക്കാൻ R ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ R ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണ് P. ആ P എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ലോ വെച്ചുകൊണ്ട്, ആംബിയേഴ്സിന്റെ സർക്യൂട്ട് ലോ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാണാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലോ പറയുന്നത് ഇങ്ങനെയാണ്: ലൈൻ ഇന്റഗ്രൽ ഓഫ് B ഡോട്ട് dl ഈക്വൽ ടു μ0 ടൈംസ് കറണ്ടാണ്. ഇപ്പോൾ ഇവിടെ കറണ്ട് കണ്ടക്ടർ കാണിച്ചിട്ടുണ്ട്, അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലോ എന്താണ്? ഇവിടുത്തെ BDയിലും ഇവിടുത്തെ BDയിലും ഇവിടുത്തെ BDയിലും അങ്ങനെ ത്രൂ ഔട്ട് എല്ലാ BDകളും കൂട്ടിയെടുത്താൽ നമുക്ക് കിട്ടുന്നത് μ0 ടൈംസ് കറണ്ടാണ്. μ0 ടൈംസ് ഈ കറണ്ട് ആയിരിക്കും. ഈ കറണ്ടിന്റെ പ്രത്യേകത എന്താണ്? നമ്മളെടുത്ത ലൂപ്പിന്റെ ഉള്ളിലൂടെ പോണ കറണ്ടാണ്. ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ BDയിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്റഗ്രൽ BDയിലാണ് μ0 ടൈംസ് കറണ്ട്. ഇതാണ് നമ്മുടെ ലോ. ഈ ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിന്റെ അതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പോണത്. അപ്പോൾ ഈ ലോ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ലോ പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ എഴുതി, ഇന്റഗ്രൽ BDയിലേക്ക് കിട്ടും μ0 ടൈംസ് കറണ്ട് എന്ന് എഴുതി. ഈ കറണ്ട് എന്ന് പറയുന്നത് ഈ കറണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ BDയിൽ എന്ന് പറഞ്ഞതിന്റെ വാല്യൂ ഒന്ന് കണ്ടുനോക്കാം. കാരണം B ഡോട്ട് dl ആണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇവിടുത്തെ ഒരു ചെറിയ ലെങ്ത് എടുക്കുകയാണ്. അപ്പോൾ dl ലെങ്ത് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റും ഇവിടുത്തെ ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതും ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. B എന്ന് പറയുന്ന ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ dlന്റെ ലെങ്ത്തിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്താൽ അങ്ങനെ തന്നെയാണ്. ലെങ്ത് dl എടുത്തു, അതേ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ പോയിന്റിലും അതിന്റെ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിലെ ഡയറക്ഷനും ഈ പോയിന്റിലെ ലെങ്ത്തും കണ്ടു കഴിഞ്ഞാൽ സെയിം ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BDL നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BDL കോസ് B ഡോട്ട് B എന്ന് AB കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ BDL കോസ് തീറ്റ ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് എഴുതാം. ഇവിടെ തീറ്റ 0 ആയതുകൊണ്ട്, തീറ്റ എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും ഇവിടുത്തെ ലെങ്ത്തും തമ്മിലുള്ള ആംഗിളാണ് എടുക്കേണ്ടത്. ആ ആംഗിൾ 0 ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും ഇന്റഗ്രൽ BDL ഈക്വൽ ടു μ0 ടൈംസ് കറണ്ടാണ്. B എന്ന് പറയുന്നത് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ബിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ B ഇൻറ്റു ഇന്റഗ്രൽ dl ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് കിട്ടി. അപ്പോൾ ഈ ബിയിലേക്ക്, ഈ ലെങ്ത്തിലേക്ക് ഞാൻ വര വരയ്ക്കുകയാണ്. ഇവർ തമ്മിലുള്ള ആംഗിളാണ് ഇവിടെ ഞാൻ കൊടുത്തത്. അപ്പോൾ BDയിലേക്ക് കിട്ടും μ0 ടൈംസ് കറണ്ടായി. അപ്പോൾ എന്ത് കിട്ടും? B ഇൻറ്റു ഇന്റഗ്രൽ dl എന്താ? ഈ dlകൾ ഇങ്ങനെ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 2πr ആണ്. അപ്പോൾ B ഇൻറ്റു
2πr ഈക്വൽ ടു μ0 ടൈംസ് കറണ്ടാണ്. അടുത്ത സ്റ്റെപ്പിൽ ബി ഇൻറ്റു 2πr ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട്. അപ്പോൾ ബി ഈക്വൽ ടു എന്ത് കിട്ടി? ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ബി എന്ന് പറഞ്ഞാൽ പി എന്ന പോയിന്റ്, അതായത് നമ്മൾ ഒരു ലൈൻ എടുത്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വരച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സർക്കിളിലൂടെ കടന്നു പോകുന്ന അതിൽ ഉൾപ്പെടുന്ന ഒരു പോയിന്റാണ് പി. അപ്പോൾ പി എന്ന പോയിന്റ് കിടക്കുന്നത് ആർ എന്ന ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഈ കണ്ടക്ടറിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി. ആ ബി ആണ് നമ്മളിപ്പോൾ കണ്ടെത്തുന്ന അതിൻ്റെ വാല്യൂ μ0 I/2πr ആണ്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടി. ഈ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. പല പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുന്നൊരു ഫോർമുലയാണ്. അപ്പം ഐ എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ കറണ്ട്, ആർ എന്ന് പറയുന്നത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ബാക്കിയൊക്കെ കോൺസ്റ്റന്റുകളാണ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വളരെ എളുപ്പത്തിൽ ഇൻഫൈനൈറ്റ് ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ പി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആംബിയർ സർക്യൂട്ട് ലോയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ലോ വെച്ച് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൽ കാണുന്നത് ഈ പോയിന്റിൽ പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മാത്തമാറ്റിക് പ്രോസസ്, കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പക്ഷേ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ആംബിയർ തിയറത്തിൻ്റെ വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൻ്റെ അതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് അടുത്ത ഒരു അപ്ലിക്കേഷനിലേക്ക് പോകാം.